നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. വിധവയുടെ പേരിൽ വ്യാജ വായ്പ എടുത്തുന്ന പരാതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വ്യാജരേഖ ചമച്ച് മുൻ മാനേജർ ബിജു കരീം 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന മൂർക്കനാട് സ്വദേശിനിയുടെ പരാതിയിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഉത്തരവ് ഇതാദ്യം. തിരുവല്ലോമലയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവല്ലോമല തവക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ ഇന്ദിരാദേവി. വയോധിക ഡോറിലൂടെ തെറിച്ചു വീണത് ബസ് തിരുവല്ലോമല സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള വളവ് വീശിയൊടിക്കുന്നതിനിടെ. ഒറ്റപ്പാലത്ത് 3 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് എടപ്പാൾ സ്വദേശി ലിജീഷ് ലാൽ. പുതുവത്സര വേളയിൽ വ്യാജ മദ്യനിർമ്മാണം തടയാൻ എക്സൈസ് റേഞ്ച് സംഘം പരിശോധന ശക്തമാക്കി. ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോടുവക്കത്ത് ഒളിപ്പിച്ചിരുന്ന 600 ലിറ്റർ വാഷ് നശിപ്പിച്ചു. പാലക്കാട് നഗരത്തിൽ വിരണ്ടോടിയ പോത്തിന്റെ പരാക്രമം. അറവിനായി എത്തിച്ച പോത്ത് വിരണ്ടോടിയത് ഇന്ന് രാവിലെ. പോത്തിനെ വടം കെട്ടി തളച്ചത് പോലീസും ഫയർഫോഴ്സും ചേർന്നു. വാർത്തകൾ വിശദമായി. വിധവയുടെ പേരിൽ 35 ലക്ഷം രൂപയുടെ വ്യാജ വായ്പയെടുത്തെന്ന പരാതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. മുൻ മാനേജർ ബിജു കരീം 35 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. മൂർക്കനാട് പൊയ്യാറ ഗൗതമിന്റെ ഭാര്യ ജയ്ഷ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി. ആദ്യമായാണ് സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കോടതി ഉത്തരവ് വരുന്നത്. 2013 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. അത് 2018 അടച്ചു തീർക്കുകയും ചെയ്തു. 2022 ബാങ്ക് ഉദ്യോഗസ്ഥർ എത്തി നോട്ടീസ് നൽകിയപ്പോഴാണ് വ്യാജ വായ്പയുടെ വിവരം ജയ്ഷ അറിയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് 3.93 കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. എടപ്പാൾ പൊൽപ്പക്കര തറക്കൽ കല്ലേപ്പറമ്പിൽ 33 വയസ്സുള്ള ലിജീഷ് ലാലിനെയാണ് റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നാണ് ലിജീഷിനെ കഞ്ചാവുമായി പിടികൂടിയത്. 3 കിലോ 93 ഗ്രാം കഞ്ചാവ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്തതായി എക്സൈസ് അറിയിച്ചു. പ്രതിയെ ഒറ്റപ്പാലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ വിപിൻദാസ്, സുദർശനൻ നായർ, അനു രാജേഷ്, സുരേഷ്, പ്രദീപ്, മുഹമ്മദ് ഫിറോസ്, ലൂക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തിരുവല്ലോമലയിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. തിരുവല്ലോമല തവക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ 65 വയസ്സുള്ള ഇന്ദിരാദേവിയാണ് മരിച്ചത്. ആലത്തൂർ കാടാമ്പുഴ റൂട്ടിലോടുന്ന മറവ എന്ന ബസ്സിന്റെ ഡോറിലൂടെ വയോധികയായ ഇന്ദിരാദേവി പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഇവർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന് അടുത്തു വെച്ചാണ് സംഭവം. വളവ് വീശിയൊടിക്കുന്നതിനിടയിലാണ് ഡോറിലൂടെ ഇവർ തെറിച്ചു വീണത്. കണ്ടക്ടറും ഡ്രൈവറും ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി. പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ നിന്നാണ് അമ്മയും മകളും ബസ്സിൽ കയറിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോട്ടുവക്കത്ത് ഒളിപ്പിച്ചു വച്ചിരുന്ന 600 ലിറ്റർ വാഷ് എക്സൈസ് ഒറ്റപ്പാലം റേഞ്ച് സംഘം നശിപ്പിച്ചു. പുതുവത്സര വേളയിൽ വ്യാജ മദ്യനിർമ്മാണം തടയുക എന്ന ലക്ഷ്യത്തോടെ മേഖലയിൽ പരിശോധന ശക്തമാണ്. രഹസ്യ വിവരത്തെ തുടർന്ന് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് സംഘം അമ്പലപ്പാറ ചുനങ്ങാട് വാണിവിലാസിനി കയറാട്ടുപടി തോടിന്റെ കരയിൽ നടത്തിയ പരിശോധനയിലാണ് ചപ്പുചവറുകൾ കൊണ്ട് മൂടി മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ വാഷ് കണ്ടെത്തിയത്. 200 ലിറ്റർ വീതം കൊള്ളുന്ന 3 നീല പ്ലാസ്റ്റിക് ബാരലുകളിൽ 600 ലിറ്റർ വാഷാണ് സൂക്ഷിച്ചിരുന്നത്. ആളില്ലാത്ത നിലയിൽ കണ്ടെത്തിയ വാഷ് എക്സൈസ് സംഘം നശിപ്പിച്ചു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് N പ്രേമാനന്ദകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ഹരീഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലിജിത S നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് നഗരത്തിൽ പോത്തിന്റെ പരാക്രമം. അറക്കാനായി എത്തിച്ച പോത്താണ് വിരണ്ടോടിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഒടുവിൽ പോലീസും ഫയർഫോഴ്സും എത്തി ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ വെച്ച് പോത്തിനെ വടം കെട്ടി പിടികൂടി. ഞായറാഴ്ച രാവിലെ 7 മണിയോടുകൂടിയാണ് പാലക്കാട് കോട്ടമൈതാനത്തിന് സമീപത്ത്
അറക്കാൻ വേണ്ടി എത്തിച്ച പോത്ത് വിരണ്ടോടിയത്. ഓടുന്ന വഴിയിൽ റോഡിനരികെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും പോത്ത് തകർത്തു. അതിനുശേഷം കോട്ടമൈതാനത്തിന് സമീപത്തുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിലേക്കാണ് പോത്ത് ഓടിക്കയറിയത്. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരും നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും എത്തി പോത്തിനെ തളയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ പോത്ത് അവശനായിരുന്നു. കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി വടം കെട്ടിയിറക്കിയ ശേഷമാണ് പോത്തിനെ പിടികൂടാനായത്. തുടർന്ന് വെറ്റിനറി ഡോക്ടർ എത്തി പോത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ച ശേഷം പാലക്കാട് വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോത്ത് ഹോട്ടലിലേക്ക് ഓടിക്കയറിയതിനാൽ പിടികൂടാൻ എളുപ്പമായെന്നും റോഡിലേക്ക് ഓടിയിരുന്നെങ്കിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുമായിരുന്നെന്നും പോലീസ് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി വാസുദേവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ പി ദിവാകരൻ, പി എസ് രാധാകൃഷ്ണൻ, കെ സി അബ്ദുൾ റഹ്മാൻ, കെ ഷമീർ, കെ എ ബഷീർ, കെ ശശികുമാർ, പി സൂര്യനാരായണൻ, എ ജയരാമൻ മാസ്റ്റർ, കെ പി ഷീജ, ചാമി, പി മോഹനകുമാരി, ഷാജി ജോസഫ്, കെ കുഞ്ഞിമുഹമ്മദ്, എം പി അക്ഷയ്, കെ ഷാജി, അബ്ദുൽ ഖാദർ, പി ബാലചന്ദ്രൻ, പി സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒറ്റപ്പാലത്ത് സർവകക്ഷി അനുശോചന യോഗം നടത്തി. ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ കെ ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. കെ പ്രേംകുമാർ MLA, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ടൗണിൽ മൗനജാഥയും നടത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ മുള്ളൂർക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി MH അബ്ദുൽ സലാം, CPI പ്രതിനിധി സുലൈമാൻ, BJP ജില്ലാ നിർവാഹക സമിതി അംഗം PK മോഹൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KM മുഹമ്മദ്, മുസ്ലിം ലീഗ് പ്രതിനിധി PV അലി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തലമുറകൾ അനുസ്മരിക്കുന്ന തരത്തിൽ പ്രവർത്തനം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ന് നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിൽ ഗിമ്മിക്കുകളൊന്നും അറിയാത്ത വ്യക്തിയായിരുന്നു. നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാചകമുണ്ട്, രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രസേവനമാണ്. ആ വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു ഭരണാധികാരി ഏതു തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഭാരതത്തിന് കാണിച്ചു കൊടുത്ത ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ്. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി KA അബൂബക്കർ സ്വാഗതവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുലൈമാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. ഷൊർണൂർ ടൗണിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി K കൃഷ്ണകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, CPIM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, CPI ലോക്കൽ സെക്രട്ടറി സോമൻ, വിവിധ കക്ഷി നേതാക്കളായ TM യൂസഫ് ഹാജി, K പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തിയിൽ നടന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും കഥകളി സ്കൂളിന്റെ 16ാം വാർഷികത്തിനും സമാപനമായി. സമാപന സമ്മേളനം പ്രശസ്ത നർത്തകി കലാമണ്ഡലം ക്ഷേമാവതി ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നൃത്തം ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആസ്വാദനം മാത്രമാവരുത്. ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ എന്ന് വെച്ചാൽ ആ ക്ലാസ് മുടങ്ങരുത്. ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പരിപാടിക്ക് വേഷം കെട്ടി കളിക്കുക എന്നുള്ളതല്ല ഡാൻസ്. അതിനെ അടുത്തറിയുക. എന്താണ് ഓരോ കലയിലും എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഇതെല്ലാം നല്ല മനസ്സിലാക്കി വൃത്തിയായിട്ട് അതിനെ ദൈവികമായ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി, ഇതൊക്കെ ഒരു സാധനയാണ്. വർഷങ്ങളോളം ഇപ്പോൾ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ഇപ്പം എന്നെ കുറേ പുകഴ്ത്തി പറഞ്ഞു. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. 61 വർഷമായിട്ട് ഞാനിപ്പോഴും ഫീൽഡിൽ നിൽക്കുന്നത്. എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിൽ നടന്ന സമാപന സമ്മേളനത്തിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്കും അനുശോചനം രേഖപ്പെടുത്തി. സംഘാടക സമിതി അംഗം V മുരളി അധ്യക്ഷത വഹിച്ചു. വിവിധ അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു.
കലാമണ്ഡലം മുൻ നൃത്തമേധാവി കലാമണ്ഡലം സുജാത മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് ഓമന കൃഷ്ണകുമാർ, ശ്രീജ ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ സ്വാഗതവും സ്കൂൾ സെക്രട്ടറി KS സുമേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ദുര്യോധനവധം കഥകളിയും 130 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി മുള്ളൂർക്കര ബാലസംഘം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാർണിവലും ചെല്ലപ്പൻ മാഷ് അനുസ്മരണവും സംഘടിപ്പിച്ചു. കേൻസ് ഫെസ്റ്റ് മികച്ച ബാലതാരം ഹംദാൻ മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. അത് ചെറുപ്പത്തിൽ അഭിനയിച്ച മൂവിയാണ്. ഇതിപ്പോ അത് മൂന്നിലൊക്കെ പഠിക്കുമ്പോൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമാണ്. ലീവ് എന്ന പേര് യൂട്യൂബിലുണ്ട്. പിന്നെ 70 rupees പേരുള്ള ഒരു ഷോർട്ട് ഫിലിം, അത് പുതിയത്, അത് ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാവരും വീട്ടിൽ ചെന്ന് കാണാം. വിഷ്ണുമായ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ മുഖ്യപ്രഭാഷണം നടത്തി. ലളിത ഹരിദാസ്, നിവേദ്യ, മുഹമ്മദ് യാസിൻ, ബെന്നി ആന്റണി, MH അബ്ദുൾ സലാം, ഹരിദാസ് K, N ഗിരിജ മേലേടത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. MSA കേരളയുടെ ആയോധന കലാപ്രദർശനവും ഉണ്ടായിരുന്നു. കുട്ടികളും മുതിർന്നവരുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. നന്മ നിറഞ്ഞ സമൂഹത്തിന് വേണ്ടിയാകണം നമ്മുടെ പ്രവൃത്തികളും ആരാധനകളുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. മങ്കര, മഞ്ഞക്കര, മുണ്ടൻകാവ് അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് രാജ്യത്ത് സേവനമനുഷ്ഠിച്ച ധീര ജവാന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസങ്ങളായാലും ആചാരങ്ങളായാലും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പൊരുൾ, എല്ലാത്തിൻ്റെയും സന്ദേശം ആത്യന്തികമായി മനുഷ്യന്റെ നന്മയാണ്. ഇവിടെ പോയി ക്ഷേത്രത്തിന്റെ, നമ്മുടെ അമ്പലത്തിന്റെ ദേവി സന്നിധിയിൽ വന്ന് നിന്ന് നമ്മളെല്ലാവരും കൈകൂപ്പി കണ്ണടച്ച് ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് എന്താ? നമ്മളറിയാതെ നമ്മളിലേക്ക് ഒരു ഊർജം അങ്ങനെ പ്രവേശിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ എല്ലാവരും പറയാറുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട് ഈശ്വരൻ, എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയുണ്ട്. ചടങ്ങിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെയും ആദരിച്ചു. CK വിജയൻ, SV ഹരിദാസ്, MK ഹരിദാസ് എന്നിവർ സംസാരിച്ചു. മേഖലയിലെ 50ഓളം ജവാന്മാരെയാണ് ആദരിച്ചത്. അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഷൊർണൂർ SN കോളേജ് NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സർവോദയ സമാപിച്ചു. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതായിരുന്നു ഇത്തവണത്തെ തീം. ഷൊർണൂർ SN കോളേജിലെ NSS യൂണിറ്റ് നമ്പർ 90, 150 എന്നിവയുടെ സംയുക്ത ക്യാമ്പാണ് അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ അവബോധനം, മാലിന്യമുക്ത നവകേരളം, എയ്ഡ്സ് ബോധവൽക്കരണം, ഡിജിറ്റൽ സാക്ഷരത, ഭിന്നശേഷി സൗഹാർദ്ദ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധങ്ങളായ പരിപാടികളാണ് സർവോദയ 2024 ഉൾപ്പെടുത്തിയിരുന്നത്. അനങ്ങനടി പഞ്ചായത്തിലെ BRC ഓട്ടിസം സെൻ്ററിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആയിരുന്നു ക്യാമ്പിലെ ക്രിസ്മസ് പരിപാടിയിൽ മുഖ്യാതിഥികൾ. വിവിധ കലാപരിപാടികളും അരങ്ങേറി. അനങ്ങന്മലയിലെ വിനോദസഞ്ചാര സാധ്യതകൾ എന്നതായിരുന്നു ഇത്തവണത്തെ ക്യാമ്പ് പ്രൊജക്റ്റ്. ഊർജ്ജ സംരക്ഷണം വീടുകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി മധുകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ നെല്ലുവായി പ്രദീപിൻ്റെ ഓട്ടൻതുള്ളൽ ഹാസ്യാവിഷ്കാരം, യുവകലാകാരനായ KM അഭിരാമിൻ്റെ മ്യൂസിക്കൽ പരിപാടി, എഴുത്തുകാരൻ KK ജയരാജനുമായുള്ള സംവാദം തുടങ്ങി ഒട്ടനവധി പരിപാടികൾ ക്യാമ്പിൽ സംഘടിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ശശി, റഫീഖ്, MA റിയാസ്, P രേഷ്മ, K സ്മിത, മുസ്തഫ പടിയത്ത്, K സുലൈഖ തുടങ്ങി ഒട്ടേറെ പേരുടെ സജീവ സാന്നിധ്യവും സഹകരണവും ക്യാമ്പിനുണ്ടായി. ക്യാമ്പുമായി സഹകരിച്ചവരോട് പ്രിൻസിപ്പൽ എൽവിൻ പോൾ കോനാട്ട് നന്ദി അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പേരൂർ ഭജനമഠം അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് നടന്ന പഞ്ചാരിമേളം ആസ്വാദകരുടെ മനം കവർന്നു.
പെൺകുട്ടികളടക്കം 85 കലാകാരന്മാരാണ് പഞ്ചാരിമേളം അവതരിപ്പിച്ചത്. ഗാന്ധി സേവാ സദനം പ്രിൻസിപ്പളും ചെണ്ട കലാകാരനുമായ സദനം ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 16ഓളം പെൺകുട്ടികളും 26ഓളം ആൺകുട്ടികളുമടക്കം 85 കലാകാരന്മാരാണ് ആസ്വാദകരുടെ മനം കവർന്നത്. പഞ്ചാരിമേളത്തിന് 100 കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗുരുവായ സദനം ഗോപാലകൃഷ്ണന് ദക്ഷിണ നൽകി ആശീർവാദം ഏറ്റുവാങ്ങിയാണ് പഞ്ചാരിമേളത്തിന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വിധവയുടെ പേരിൽ വ്യാജ വായ്പ എടുത്തുന്ന പരാതിയിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് വ്യാജരേഖ ചമച്ച് മുൻ മാനേജർ ബിജു കരീം 35 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന മൂർക്കനാട് സ്വദേശിനിയുടെ പരാതിയിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയിൽ കോടതി ഉത്തരവ് ഇതാദ്യം. തിരുവല്ലോമലയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് തിരുവല്ലോമല തവക്കൽപ്പടി കിഴക്കേ ചക്കിങ്ങൽ ഇന്ദിരാദേവി. വയോധിക ഡോറിലൂടെ തെറിച്ചു വീണത് ബസ് തിരുവല്ലോമല സ്കൂൾ ഗ്രൗണ്ടിന് സമീപമുള്ള വളവ് വീശിയൊടിക്കുന്നതിനിടെ. ഒറ്റപ്പാലത്ത് 3 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് എടപ്പാൾ സ്വദേശി ലിജീഷ് ലാൽ. പുതുവത്സര വേളയിൽ വ്യാജ മദ്യനിർമ്മാണം തടയാൻ എക്സൈസ് റേഞ്ച് സംഘം പരിശോധന ശക്തമാക്കി. ചുനങ്ങാട് വാണിവിലാസിനിയിൽ തോടുവക്കത്ത് ഒളിപ്പിച്ചിരുന്ന 600 ലിറ്റർ വാഷ് നശിപ്പിച്ചു. പാലക്കാട് നഗരത്തിൽ വിരണ്ടോടിയ പോത്തിന്റെ പരാക്രമം. അറവിനായി എത്തിച്ച പോത്ത് വിരണ്ടോടിയത് ഇന്ന് രാവിലെ. പോത്തിനെ വടം കെട്ടി തളച്ചത് പോലീസും ഫയർഫോഴ്സും ചേർന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.